ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടാവും. അത് ആ സ്മാർട്ട് ഫോണിൽ തന്നെ എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ ഇഷ്ടപ്പെടുന്നവരും ആയിരിക്കാം. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ മാക്രോ ഫോട്ടോഗ്രാഫിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കാണിച്ചു തന്ന ഫോട്ടോ എടുത്തത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതായത് APEXEL 12-24X മാക്രോ ലെൻസ്, അതായത് 2-in-1 മാക്രോ ലെൻസ് ആണ് കേട്ടോ. നിങ്ങൾ കാണിച്ചു തരാം. ഇതാണ് സാധനം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതായത് ചെറിയ ചെറിയ പ്രാണികൾ, ചെറിയ മൈന്യൂട്ടായിട്ടുള്ള അതായത് ഓരോ സംഭവങ്ങളുണ്ടാവുമല്ലോ, അതായത് കടുക് മണി, പഞ്ചസാര, അതായത് പിന്നെ ചായപ്പൊടി, അങ്ങനെയുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ എടുക്കാനാണ് ശരിക്കും നമ്മൾ അതുപോലെയുള്ള ഫോട്ടോ അങ്ങനെയുള്ള ഫോട്ടോ എടുക്കുന്നതിനാണ് ശരിക്കും മാക്രോ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതാണ് APEXEL 12-24X 2-in-1 മാക്രോ ലെൻസ് കേട്ടോ. അത് ഇത് കണ്ടോ, ഇവിടെ എഴുതിയിട്ടുണ്ട് APL 24x രണ്ട് ലെൻസൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന്. പിന്നെ ഒരു യൂണിവേഴ്സൽ ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കാം. പിന്നെ ഇതിന് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് അബദ്ധവശാലൊക്കെ നമ്മുടെ ഈ ലെൻസ് താഴെ വീഴുക, അതായത് ഈ ബോക്സ് അടക്കം നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീഴുവാണെങ്കിൽ ഒന്നും പറ്റാതിരിക്കാനാണ് ഈ ബോക്സ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് അതായത് ഈ ലെൻസ് ക്ലീൻ ചെയ്യാനുള്ള ഒരു ക്ലോത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ആദ്യം തന്നെ നമ്മുടെ ക്യാമറയുടെ ഇത് വൃത്തിയാക്കുക, അതിനുശേഷം ക്ലീൻ ചെയ്യുക, അതിനുശേഷം നമ്മുടെ ലെൻസ് ക്ലീൻ ചെയ്യുക, എന്നിട്ടാണ് ഇത് ഫിറ്റ് ചെയ്യേണ്ടത്. ഇത് ഞാൻ ഓപ്പൺ ആക്കാം കേട്ടോ. ഇത് ക്ലോത്ത്, അതുപോലെ 2 ലെൻസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ കാണാം. ഇതൊന്ന്, ഇത് വേറൊന്ന്. പിന്നെ ഈ കാണുന്നത് യൂണിവേഴ്സൽ ക്ലിപ്പാണ് കേട്ടോ. ഞാനിത് എടുക്കാം. സ്പോഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് നല്ല സേഫ്റ്റിയാണ് ഉദ്ദേശിക്കുന്നത് അവർ. ഇത് ഇങ്ങനെയാണ് ഈ സാധനം വരുന്നത്. ഞാനിത് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഇത് ഓൾറെഡി ഇതിനകത്ത് ഫിക്സ്ഡ് ആണ്, നമുക്ക് ഇതും അഴിച്ചെടുക്കാൻ പറ്റുന്ന ഇതാണ് കേട്ടോ. ഇനി ഇത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത് ഫ്രണ്ട്സ്. പിന്നെ ഞാനിത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം ഒരു മൊബൈൽ എടുത്തിട്ട് ഇതിൻ്റെ മെയിൻ ക്യാമറ, അതായത് മെയിൻ ക്യാമറ ഏതാണെന്ന് പെട്ടെന്ന് നമുക്ക്, അതായത് ചിലപ്പോൾ 3 ക്യാമറ വരുന്നുണ്ടാവും, 4 ക്യാമറ ഒക്കെ വരുന്നുണ്ടാവും. അപ്പോൾ അത് ഓപ്പൺ ആക്കാനുള്ള വിദ്യ ഞാൻ പറഞ്ഞുതരാം. അത് ക്യാമറ ഓണാക്കുക. ക്യാമറ ഓണാക്കിയതിന് ശേഷം നമ്മുടെ ഇത് ക്യാമറ ഓണാക്കുക. അതിനുശേഷം നമ്മുടെ ക്യാമറ വരുന്നിടത്ത് അതായത് ഇതുപോലെ കൈ കൊണ്ടുപോവുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏതാണ് ഇത് വരുന്നതെന്ന്, ക്യാമറയുടെ ഇത് വരുന്നത്. അപ്പോൾ എൻ്റെ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് ഏറ്റവും മുകളിലുള്ളതാണ് നമ്മുടെ മെയിൻ ക്യാമറ വരുന്നത്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുക. അതായത് മുകളിൽ ക്ലിപ്പ് ചെയ്ത് വെക്കുക. സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് ക്ലിപ്പ് ചെയ്യാം. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ APEXEL ലെൻസ് സെറ്റ് ചെയ്യുന്നത്. അതായത് ഇതിന് വെക്കുക, ഫിറ്റ് ചെയ്യുക, അതിനുശേഷം ഇതിന് ക്ലിപ്പ് ചെയ്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ലെൻസ്, അതായത് മുകളിലുള്ള ലെൻസ് ഹുഡ് അടക്കം സെറ്റ് ചെയ്താൽ കാണാൻ പറ്റുക.
ഇനി ഇത് ഞാൻ എടുക്കേണ്ട വിദ്യ ഈ സോഫയിൽ, ഇതിപ്പോൾ ഞാൻ ഇരിക്കുന്ന സോഫയാണ് കേട്ടോ, ഈ സോഫയിൽ തന്നെ എങ്ങനെയാണ് എടുക്കാൻ പറ്റുക എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മൈന്യൂട്ടായിട്ടുള്ളതാണ് എടുക്കുന്നത്. ഞാൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഇങ്ങനെ നമ്മൾ എത്ര പരമാവധി അടുപ്പിച്ച് വെക്കാൻ പറ്റുമോ അത്രത്തോളം അടുപ്പിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് കാണാം, നിങ്ങൾക്ക് തന്നെ കാണാം ഇതിനകത്ത് ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള അതിൻ്റെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള നൂല് വരെ നമുക്ക് ഈ ലെൻസ് കൊണ്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് എടുക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് തന്നെ കാണാം, മൈന്യൂട്ടായിട്ടുള്ള അതിൻ്റെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ആ നൂല് വരെ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം, എടുക്കാൻ പറ്റും. നമുക്ക് അത്രയ്ക്ക് ഷാർപ്പാണ്. മറ്റുള്ള ലെൻസുകളെ അപേക്ഷിച്ച് എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു ലെൻസ് ആണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ലെൻസ്. അപ്പോൾ അടുത്ത ഞാൻ പറയുന്നത് ഈ ചെറിയ ലെൻസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ഫോട്ടോ എടുക്കാം എന്നാണ് ഞാൻ അതായത് പറയുന്നത്. അതിനു മുന്നേ നമ്മൾ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ വെള്ള ഇത് കാണുന്ന ഈ വലിയ ലെൻസ്, അതായത് 24-ൻ്റെ വലിയ ലെൻസ് അഴിച്ചു മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ അതായത് ഫോട്ടോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണോ, ഞാനിപ്പോൾ തൽക്കാലം ഒരു പേനയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, പേനയുടെ നിബ്ബാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് എടുക്കുക. അതിനുശേഷം ഇത് അഴിച്ചു മാറ്റിയല്ലോ ഓൾറെഡി. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് ഫോക്കസ് ചെയ്യാം. ഇങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ എത്രത്തോളം, അതായത് ഒരു പരിധി വരെ നമുക്ക്, അതായത് ഫോക്കസ് ഇന്നാവുന്നത് വരെ നമുക്ക് എടുക്കാം, അതായത് സൂം ചെയ്യാം. നിങ്ങൾക്ക് തന്നെ കാണാം അത്രയും മൈന്യൂട്ടായിട്ടാണ് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നത്. അത്രത്തോളം ഷാർപ്പാണ് നമ്മുടെ ഈ ലെൻസ് വരുന്നത്. നിങ്ങൾക്ക് തന്നെ കാണാം ഫ്രണ്ട്സ്. അപ്പോൾ അത്രയും മൈന്യൂട്ടായിട്ടാണ് നമുക്ക് ഈ ഫോട്ടോ എടുക്കാൻ പറ്റുന്നത്. നല്ല വൃത്തിക്ക് തന്നെ, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിത് പറ്റുന്നത്. ഞാൻ ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ഇത് ഇത്രയേ ഉള്ളൂ. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ കാണിച്ചു തരാം. ഇത് കണ്ടോ, അത്രയും എന്താ പറയുക, ഫോക്കസായിട്ട് നമുക്കിത് കാണാം. നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ സ്ക്രീനിൽ കാണാം. അത്രയും നല്ല ഇതായിട്ട് ഷാർപ്പായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മുടെ മാക്രോ ഫോട്ടോഗ്രാഫിയെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.